വഴിതെറ്റുന്ന കൗമാരങ്ങൾക്ക് കാരണം ലഹരി മാത്രമാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ക്യാമ്പസുകളിൽ അക്രമങ്ങൾ പെരുകുന്നു എന്നതിന്റെ നേർക്കാഴ്ചകളാണ് പുറത്തുവരുന്ന വാർത്തകൾ. തിരുവനന്തപുരം വാഴിച്ചലിൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് സഹപാഠികൾ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കാസർഗോഡ് സ്കൂളിൽ കഞ്ചാവ് പാർട്ടി നടന്നതും കേരളത്തെ ഞെട്ടിച്ചു. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. വിനീഷ്, നമുക്കറിയാം റാഗിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹരി ഉപയോഗം എന്നൊരു കാര്യം തന്നെയാണ്. നിരവധി ക്യാമ്പസുകളിൽ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾ നിശ്ചിത കാലയളവിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത്രത്തോളം ക്യാമ്പയിനുകൾ നടന്നിട്ടും കൃത്യമായൊരു സംവിധാനം ലഹരി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ഒരു സത്യാവസ്ഥയല്ലേ? മാത്രവുമല്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഉണ്ടായിരിക്കുന്നത്? 50% തുക പിൻവലിച്ചിരിക്കുകയാണ്. ലഹരിക്കടിമയായ കുട്ടികളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ചില പദ്ധതികൾ പോലും അവിടെ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊരു കെടുകാര്യസ്ഥതയുടെ കൂടി കാര്യം അതിൽ വരുന്നില്ലേ? തീർച്ചയായിട്ടും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലേക്കും ഈ ലഹരി വ്യാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് സംസ്ഥാനത്തുടനീളം കാണാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് നഗരത്തിലെ ചില കുട്ടികളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലും അതീവ ഗ്രാമ മേഖലകളിൽ പോലും സജീവമായി ലഹരി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയാനകരമായ സാഹചര്യം. ഈ ലഹരിക്കടിമയായ വിദ്യാർത്ഥികൾ പരസ്പരം അവരുടെ നവമാധ്യമങ്ങളിൽ പോർവിളികൾ നടത്തുന്നതും നമുക്ക് പല ഘട്ടങ്ങളിലായി കാണാൻ സാധിക്കുന്നു. ഇതിന്റെ അന്തിമം എന്ന് പറയട്ടെ, അത് പല ക്യാമ്പസുകളിലും വലിയ സംഘർഷത്തിലേക്ക് എത്തുന്നു. ഈ ലഹരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് മാത്രമല്ല പോകുന്നത്, മറ്റു പല കാര്യങ്ങളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും കുട്ടികൾ കടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിന് ഒരു പ്രധാന ഉദാഹരണമായി നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ ദിവസം വാഴിച്ചാൽ ഉണ്ടായ ഒരു സംഭവമാണ്. വാഴിച്ചാൽ കോളേജിൽ ഉണ്ടായ ആ ഒരു സംഭവം വളരെ ഭയാനകരമായിരുന്നു. നമുക്ക് കണ്ണൂർ കണ്ടതിനും സമാനമായ രീതിയിലുള്ള അക്രമം. ഒരു 1ാം വർഷ വിദ്യാർത്ഥിയെ 2ാം വർഷ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. ആ മർദ്ദിച്ചതിന് ശേഷം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മറ്റു സഹപ്രവർത്തകർ ആ ദൃശ്യങ്ങൾ പകർത്തി അത് വാട്സാപ്പിൽ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അങ്ങനെ ഭയാനകരമായ സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഗ്രാമീണ മേഖല പ്രദേശമാണ് ഈ വാഴിച്ചാൽ എന്ന് പറയുന്ന പ്രദേശം. ഈ വാഴിച്ചാൽ കോളേജിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം നടന്നിട്ടുള്ളത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ വാഴിച്ചാൽ. ഈ വാഴിച്ചാൽ സ്ഥലത്താണ് വലിയ രീതിയിലുള്ള സംഘർഷം കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായത്. ഇതും പരസ്പരം വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെ ഉണ്ടായ പോർവിളികളുടെ ഭാഗമായി അത് തുടർക്കഥയായതിന്റെ അടിസ്ഥാനത്തിലാണ് 1ാം വർഷ വിദ്യാർത്ഥിനിയെ 2ാം വർഷ വിദ്യാർത്ഥി അത് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അത് പിന്നെ സമൂഹ മാധ്യമങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ കുട്ടിക്ക് ഇപ്പോൾ നിലവിൽ ഈ സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പേര് നമുക്ക് കുട്ടി നിലവിൽ 1ാം വർഷ ബികോം ബിരുദധാരിയായ വിദ്യാർത്ഥിയാണ്. 2ാം വർഷ ഈ താമരശ്ശേരി സംഘർഷത്തിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥി ആദിഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ക്ഷമിക്കണം, വാഴിച്ചിലെ സംഭവത്തിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദിഷ്, കേൾക്കാമെങ്കിൽ എങ്ങനെയായിരുന്നു ഈ സംഭവത്തിലേക്ക് എത്തിയത്? ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകാൻ പ്രകോപനം എന്തായിരുന്നു? ഒരാഴ്ച മുന്നേ ഒരു അടിയായി. ആ അടിയിൽ പിടിച്ചു മാറ്റിൻ്റെ ഇടയിൽ അവനെ ചവിട്ടി എന്ന് പറഞ്ഞിട്ടാണ് അവൻ പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ അങ്ങനെ ഇന്നലെ ചോദിച്ചു വന്ന് അങ്ങനെ സംസാരങ്ങളായി, അങ്ങനെ ഇടിയലായാണ്. അതാണ് കാര്യം. ഹലോ, തുടരാം. ഇങ്ങനെ ഒരാഴ്ച മുന്നേ ഒരടി നടന്നു. അങ്ങനെ അതിൽ പിടിച്ചു മാറ്റി. അതിൽ അവൻ പറയുന്നു ഞാൻ അവനെ ചവിട്ടിയെന്ന്. അങ്ങനെ ചവിട്ടിയതില് പ്രശ്നങ്ങളായി. എന്തിന് ചവിട്ടിയെന്ന് ചോദിച്ചു. അങ്ങനെ സംസാരങ്ങളായി. പിന്നെ ഉന്തല് തള്ളല്, അങ്ങനെ ഇടിയലായി. അങ്ങനെയാണ് സംഭവം പറഞ്ഞത്. സീനിയർ വിദ്യാർത്ഥികളാണ് ഉപദ്രവിച്ചതല്ലേ? സീനിയർ വിദ്യാർത്ഥികളല്ല, എന്റെ കൂടെ അല്ലേ, തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ. ഇതിൽ എന്ത് നടപടിയാണ് കോളേജ് അധികാരികൾ എടുത്തിരിക്കുന്നത്? അതിനെ പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഇതിൽ ഒരു നടപടിയും നിലവിൽ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണല്ലേ? സ്വീകരിച്ചിട്ടുണ്ടോ അതറിഞ്ഞൂടാ. ശരി, എന്തായാലും ഈ വിഷയത്തിൽ മറ്റ് പരാതികളോ കേസുകളോ കൊടുത്തിട്ടില്ലായിരുന്നോ ആദിഷ്? കൊടുത്തു
ഏത് പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തത്? ഇവിടെ ആര്യങ്കോട്. പോലീസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പോലീസ് അവരന്വേഷിച്ചു കണ്ടുപിടിച്ചു. ശരി, അന്വേഷിച്ച് എന്ത് നടപടി സ്വീകരിച്ചു? അവനെ പിടിച്ചായിരുന്നു. ശരി, ഇത്തരം സംഭവങ്ങൾ കോളേജിൽ നിരവധിയായി നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കോളേജിൽ? കോളേജിൽ അടിയാവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളില്ലാതെ പോകും. പക്ഷെ ശരി, വളരെയധികം നന്ദി ആദിഷ് ഈ ഒരു ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, ആദിഷ് പറയുന്നത് ഇതിലൊരു നടപടി ഉണ്ടായിട്ടുണ്ട്, ആ വിദ്യാർത്ഥിയെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ മറ്റ് നടപടിക്രമങ്ങൾ കോളേജ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? കോളേജ് മാനേജ്മെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഇതുവരെയും നൽകിയിട്ടില്ല. ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിലാണ് ആദിഷ് പരാതി നൽകിയിരിക്കുന്നത്. ആദിഷിന്റെ അച്ഛനും ചേർന്ന് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലും ഈ ദൃശ്യങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ച സാഹചര്യത്തിലാണ് ആര്യങ്കോട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തതിന് ശേഷം ഈ അടിച്ച കുട്ടിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെയാണ് ഈ കുട്ടിയെ സ്റ്റേഷനിൽ പിടികൂടുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് ഇതുവരെയും കടന്നിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന തരത്തിലേക്ക് കടന്നിട്ടില്ല. ഒപ്പം തന്നെ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ കുട്ടികളെ പരസ്പരം വിളിച്ചിരുത്തി ആ ക്യാമ്പസിന്റെ ഏറ്റവും ഉന്നത ചുമതലയിലിരിക്കുന്ന പ്രിൻസിപ്പൽ കുട്ടികളെ പരസ്പരം സംസാരിച്ചിട്ട് പോലുമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോളേജ് അധികൃതർ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വൈറലായിട്ട് പോലും ആ ക്യാമ്പസിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന പ്രശ്നമുണ്ടാകുന്നു. ഈ കുട്ടികളുടെ വീടുകളിലെ രക്ഷകർത്താക്കളോട് പോലും ഈ ക്യാമ്പസിലെ അധ്യാപകർ സംസാരിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കോളേജിന്റെ ഭാഗത്തു നിന്നും വലിയ നിസ്സംഗത മനോഭാവം തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. പരസ്പരം രണ്ട് കുട്ടികൾ തമ്മിൽ പോരടിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ അക്രമത്തിലേക്ക് വിദ്യാർത്ഥികൾ മാറുമ്പോൾ ഈ കുട്ടികളെ പിന്തിരിപ്പിക്കാനോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിൽ നൽകാനോ ഇതുവരെയും കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. ഒപ്പം തന്നെ ഈ ക്യാമ്പസിനുള്ളിലേക്ക് പല ഘട്ടങ്ങളിലും സംസ്ഥാനത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലേക്കും ലഹരികൾ ഒഴുകിയെത്തുന്നു. നേരത്തെ ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ സംഘർഷം എന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സംഘർഷം ആദ്യഘട്ടത്തിൽ തുടങ്ങിയത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അത് സമൂഹ മാധ്യമങ്ങൾ വഴിയുണ്ടായ തർക്കം, തുടർന്ന് പല ഘട്ടങ്ങളിലായി പല തരത്തിലുള്ള കുട്ടികൾ തമ്മിലുള്ള മറ്റു പ്രശ്നങ്ങൾ. ആദിഷിന് പോലും അറിയില്ല എന്ത് നടപടിയാണ് കോളേജ് അധികാരികൾ സ്വീകരിച്ചതെന്നത്. കാരണം മർദ്ദനമേറ്റ ആൾക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു നടപടിയും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായി എന്ന് പറയുന്നുമുണ്ട്. ഇത്തരം പോലീസ് കേസായ സംഭവത്തിൽ പോലും ഒരു സസ്പെൻഷൻ പോലും ഈ വിദ്യാർത്ഥിക്ക് കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മറ്റു ഒരു തരത്തിലുള്ള നടപടിയും അധ്യാപകരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുതാപരമായ കാര്യം. കാരണം ഈ ആക്രമിച്ച കുട്ടിയുടെയോ അല്ലെങ്കിൽ അക്രമത്തിന് ഇരയായ കുട്ടിയുടെ രക്ഷകർത്താക്കളുമായി ഇതുവരെയും സംസാരിക്കാൻ കോളേജിന്റെ ഒരു അധികാരി പോലും തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ആ കുട്ടികളെ വിളിച്ചിരുത്തി അവരെ മറ്റു സൗമ്യമായ രീതിയിൽ ഇടപെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് കോളേജിന്റെ ചുമതലയാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു നടപടിക്രമത്തിലേക്കും കോളേജ് അധികൃതർ പോയിട്ടില്ല. ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടും കൃത്യമായി ഈ ഒരു വിഷയത്തെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം പോലും കോളേജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോലും കേസെടുക്കാൻ ശക്തമായ രീതിയിലുള്ള ഒരു കേസിലേക്കും അത്തരത്തിലുള്ള നടപടിയിലേക്കും പോലീസ് കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആദിഷിനെ ആക്രമിച്ച കുട്ടിയെ പിടികൂടുന്നതും പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നതും. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. വലിയ രീതിയിൽ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിട്ട് പോലും കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ആ കുട്ടി മരിച്ചപ്പോൾ മാത്രമാണ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നൊരു കാര്യം ശ്രദ്ധേയമാണല്ലോ. ഇത്തരം നടപടികൾ എടുക്കാതെ ഇരുന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നൊരു കാര്യം കൂടി ഒരു ഘട്ടത്തിലുണ്ടാവും.